എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഏതായാലും നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവരുടെ മനസ്സറിയുക എന്നുള്ളതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അതേക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തയാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിലൊരു ഭയമുണ്ട്. നിങ്ങളെക്കുറിച്ച് ചില ആളുകൾ ആ വ്യക്തിയോട് മോശമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് ഒരിക്കലും അടുക്കരുത്, ഒരിക്കലും സ്വീകരിക്കരുത് എന്നുള്ള രീതിയിലുള്ള ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കരുത്, ആ വ്യക്തിക്ക് നിങ്ങളെ ലഭിക്കരുത് എന്നുള്ളതാണ്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളോടൊത്ത് നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട്, നിങ്ങളോട് സൗഹൃദം കാണിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരാരും നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അത് അവരുടേതായ ചില താല്പര്യങ്ങളായിരിക്കാം, അവരുടേതായ ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ അവർ നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്ന കാര്യം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ആ വ്യക്തിയിൽ ആഗ്രഹമുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ടത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് വില കൊടുത്ത് അവരതിനെ എതിർക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഭയപ്പെടാനില്ല. അവരുടെ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് അവർ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാനും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളോടൊത്ത് ചായുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നോ പറയില്ല. ആ വ്യക്തി എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും നിങ്ങളുടെ കാര്യത്തിൽ നോ പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും എത്തില്ല. അത് ഉറപ്പാണ്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില ശുഭചിന്തകൾ ദൃഢമായി വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത്. അതിന് ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നോ പറയാൻ ആരൊക്കെ ആഗ്രഹിച്ചാലും അത് സാധ്യമല്ല, അത് സംഭവിക്കുകയില്ല. കൃത്യമായ നിലപാടോടുകൂടി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളെ തള്ളിക്കളയാനോ നിങ്ങളെ മറക്കാനോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാത്തിനും ശക്തി ലഭിക്കുകയും എല്ലാത്തിനെയും മറികടക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. എപ്പോഴും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടാകാൻ മാത്രമാണ്. നിങ്ങൾ കൂടെ ഉണ്ടാകാൻ മാത്രം ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് ശക്തമായിട്ട് അറിയാൻ കഴിയും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ രാത്രികാലങ്ങളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നുണ്ട്. ആ രാത്രികാലങ്ങളിലെ ചിന്തയാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി അടുപ്പിക്കുന്നത്. യാഥാർത്ഥ്യ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കണ്ടില്ലെങ്കിലും ഒരുമിച്ച് സംസാരിച്ചില്ലെങ്കിലും രാത്രികാലങ്ങളിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അത് നിങ്ങളെയും ആ വ്യക്തിയെയും വല്ലാതെ അടുപ്പിക്കുകയാണ്. നിങ്ങളെയും ആ വ്യക്തിയെയും വല്ലാതെ അടുപ്പിക്കുകയും നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരിക്കലും പിരിയാൻ കഴിയാത്ത രീതിയിൽ രാത്രികാല ചിന്തകൾ ഏകാന്തമായിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ശുഭചിന്തകൾ, നിങ്ങളെ എന്തിന് പിണക്കണം, നിങ്ങളെ വിഷമിപ്പിക്കരുത്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും ആ വ്യക്തിക്ക് നിറഞ്ഞു നിൽക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അങ്ങനെ രാത്രികൾ ആ വ്യക്തിക്ക് സമ്മാനിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ശുഭചിന്തകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഓരോ നിമിഷവും ഓരോ രാത്രികളും ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആയിരക്കണക്കിന് എണ്ണം സ്നേഹങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സ് ഏകാന്തമായിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം രാത്രികാലങ്ങളിൽ ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത നടക്കുന്നത്. എങ്ങനെയായാലും നിങ്ങളെ മറക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്
ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തി വിലപിടിപ്പുള്ള ആ വ്യക്തിയുടെ ജീവിതവും ആ വ്യക്തിയുടെ നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിമറിക്കാൻ തയ്യാറാകുന്നു. അത്രത്തോളം നിങ്ങളിലേക്ക് അടുക്കാൻ ആ വ്യക്തി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ആ വ്യക്തിക്ക് കയ്യിലുള്ള അധികാരങ്ങൾ, ധനം, ആ വ്യക്തിയുടേതായ പാരമ്പര്യ സ്വത്തുക്കൾ, ആ വ്യക്തിയുടേതായ എല്ലാം, അറിവ്, ആ വ്യക്തിയുടേതായ കരിയർ, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഇറങ്ങി പുറപ്പെടാനും നിങ്ങൾക്കൊപ്പം ഒരു സന്തോഷപരമായ ജീവിതം നയിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. അത്ഭുതപ്പെടും, നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്തരം മൂല്യങ്ങളെക്കാളൊക്കെ വലുതാണോ ആ വ്യക്തിക്ക് ഞാനെന്ന് നിങ്ങൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല, തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ സത്യം അതാണ്. ആ വ്യക്തി അത് മനസ്സിലാക്കുന്നു. ആ വ്യക്തി തിരിച്ചു വരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്നു. നിങ്ങളിലേക്ക് എത്തുവാൻ ഓരോ നിമിഷവും ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും പോസിറ്റീവായിട്ട് തരണം ചെയ്യുന്നു. നിങ്ങളുണ്ട് എന്നുള്ള തോന്നൽ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ആ വ്യക്തിക്ക് മനസ്സുണ്ട്. ആ വ്യക്തി അങ്ങനെ കരുതുന്നു. ആ വ്യക്തി അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തി ചില ചിന്തകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളാണ് ശരി, നിങ്ങളോടൊപ്പമാണ് ജീവിക്കേണ്ടത്, നിങ്ങളോടൊപ്പമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ ഒപ്പം ജീവിക്കുമ്പോൾ മാത്രമേ ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്നേഹവും ആകർഷണവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ജീവിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിയോട് മോശമായി പറഞ്ഞാലും, ഇനി ഒരിക്കലും നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞാലും, ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഉള്ള ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഏറ്റവും വേഗം നിങ്ങളെ കാണണമെന്നാണ്, നിങ്ങളുമായി സംസാരിക്കണമെന്നാണ്. നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളോട് ഒരുപാട് വാക്കുകൾ ആ വ്യക്തി സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വന്ന് പറയാൻ ആ വ്യക്തിക്ക് ധൈര്യം പോരാ. പക്ഷേ നിങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം ആ വ്യക്തി ഉടൻ അറിയുകയും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ആർക്കും എതിർക്കാൻ കഴിയില്ല നിങ്ങളെ, ആ വ്യക്തിയെയും. കാരണം അത്രത്തോളം മാനസികമായ ഒരു അടുപ്പത്തിലേക്ക് നിങ്ങളെത്തുകയാണ്, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളെത്തുകയാണ്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്ന് നിങ്ങൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല അവസാന കാർഡ് പറയും, നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ആ വ്യക്തി തയ്യാറാകും. ആ വ്യക്തിക്ക് ഒന്നും വേണ്ട. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയതാണ് ആ വ്യക്തി. പക്ഷേ ആ ചിന്തയ്ക്ക് അവസാനം ആ വ്യക്തിയുടെ മനസ്സ് മൊത്തം ആ വ്യക്തി അറിയാതെ നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമായി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതമായിട്ട് ആ വ്യക്തി അത് മാറ്റിമറിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെയാണ് പറയുന്നത്. ശുഭചിന്തയാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും, പോസിറ്റീവ് എനർജി നൽകുന്നത് അത് തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.